എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ? എനിക്ക് ഡോക്ടറോട് പേഴ്സണലായ ചില കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കടലിലെ കൂളിളക്കം പോലെയാണ് എന്റെ മനസ്സ്. ശ്രീദേവിക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുടെ ഭാര്യയാകാൻ എനിക്കാവില്ല. അതിന്റെ അർത്ഥം? എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ്. ശ്രീദേവി പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തീരുമാനം പെട്ടെന്ന് എടുത്തതുമല്ല. ഇല്ല ശ്രീദേവി, എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. കിടപ്പാടം പോലുമില്ലാത്ത ഒരു അധ്യാപകന്റെ മകനാണ് ഞാൻ. അമ്മയുടെ കണ്ണീരും കഷ്ടപ്പാടുമാണ് എന്നെ ഒരു ഡോക്ടറാക്കിയത്. എനിക്കുള്ള സമ്പാദ്യം പ്രായമായ അമ്മയും കാലിന് സ്വാധീനമില്ലാത്ത ഒരു അനുജത്തിയും മാത്രമാണ്. ഞാൻ വിവാഹിതനായാൽ എന്റെ കൊച്ചനുജത്തിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് ഭയമാണ്. ഡോക്ടറുടെ അനിയത്തി എന്നും എന്റെയും അനിയത്തിയായിരിക്കും. ശ്രീദേവിയെ മനസ്സാൽ വരിക്കാൻ പോലും അർഹത എനിക്കില്ല. എന്റെ ദുഃഖങ്ങളിലേക്ക് ഞാൻ ഒരിക്കലും ശ്രീദേവിയെ ക്ഷണിക്കില്ല. ക്ഷണിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിന് ചേട്ടൻ എന്നെ അനുവദിച്ചാൽ മാത്രം മതി. എനിക്ക് തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ സുഭേ? നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ? നീ ആണെങ്കിൽ പ്രശസ്തയായ ഒരു തൂപ്പ്കാരി, ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡ്. തന്നെയുമല്ല, ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസമുണ്ടോ? അല്ല ഇനി ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറി പിടിക്കുന്നത്? അതിന്റെ രോഗമാണ് തോമസ് ചേട്ടാ. നമ്മൾ രോഗികളാണോ തോമസ് ചേട്ടാ? നമ്മൾ രോഗികളെ അല്ല, താമസിയാതെ രോഗികളാകും. എന്റെ സുഭാഷിണി, വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ. എന്തോന്നാ? അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല. ഇതിനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ. പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക. നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ. പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോവും. പിടിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെയും കൊണ്ടുപോകുമോ? പിന്നെ തീർച്ചയായും. നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ. അപ്പൊ എന്റെ ജന്മമോ? വീണ്ടും വന്നോ അങ്ങനെ? ഇതേ എനിക്ക് ഈ സുഭാഷിതം ഒന്നും കേൾക്കണ്ട. തൽക്കാലം ഒരു ബെഡ് വന്നു. എന്റെ പൊന്ന് രാഘവൻ ചേട്ടാ, ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് 1 അല്ല 10 ബെഡ് ഞാൻ ശരിയാക്കി തരാം. വാക്കാണല്ലോ? ആ വാക്കാണ്. ഓ അപ്പൊ ഞാൻ പോണോ? ഓ സുഭാഷിണി, അപ്പൊ ഇതെങ്ങനാ? ഇത് അങ്ങനെ. എന്ത് ചേട്ടാ? അമ്മ എവിടെ? എന്താ മോനെ? ഇപ്പൊ രണ്ടുപേർക്കും തൃപ്തിയായല്ലോ. രണ്ടുപേരും കൂടി മനുഷ്യനെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നിന്റെ സൗകര്യം കെടുത്താൻ ഇവിടെ പോയി എന്തുണ്ടായി? എന്തുണ്ടാകാണ്? അവൾ ഒന്നും അറിയാത്തവർ നിൽക്കുന്ന കണ്ടില്ലേ? ഈ ചേട്ടൻ ഇന്നെന്താ? ഞാനൊന്നും ചെയ്തില്ലമ്മേ. ചേട്ടൻ ഇന്ന് ഇടത്തൂടായിരിക്കും എഴുന്നേറ്റത്. നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നീയല്ലേ പറഞ്ഞത് ആ ശ്രീദേവിയെ നിന്റെ ചേട്ടത്തിയെ കൊണ്ടുവരണമെന്ന്? അമ്മ അവനെ കൂട്ടു നിൽക്കുകയും ചെയ്തു. അവളുടെ ആഗ്രഹം അങ്ങ് പറഞ്ഞു പോയി മോനെ. എനിക്കും തോന്നി അത് നല്ലതാണ്.
ഞങ്ങൾ പിന്നെ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാ മോനെ? എന്നാലേ ഞാനതങ്ങ് നടത്താൻ പോവുക. ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സത്യമാണോ ചേട്ടാ? ആ ശ്രീദേവി, മോളെ ശ്രീദേവി. മോളെ, നിന്റെ പേരെന്താ? എന്റെ അച്ഛനും അമ്മയുമായ ഈ അച്ഛൻ വിളിക്കുന്നത് ഗീതമോളെ എന്ന്. മനസ്സിലായോ? ഞാൻ വിളിച്ചത് ആ പേരല്ല. എനിക്ക് നിന്നേക്കാൾ അനുസരണയുള്ള വേറെ മോളുണ്ട്, അവളെ വിളിച്ചു. എനിക്കും ഉണ്ട് അനുസരണം കേട്ടോ. ആരാ ചെയ്ത്? ആരാ ചെയ്ത്? ഇതാണ് നിന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ പോകുന്ന മിസ്റ്റർ മോഹൻദാസ്. എന്താ, നിനക്ക് ഇഷ്ടമായോ? ഓ, എനിക്കിഷ്ടമായിട്ട് എന്താ? ചേച്ചിയല്ലേ പിടിക്കേണ്ടത്. അതാ ചേച്ചി വരും. അച്ഛൻ തന്നെ ചോദിച്ചു. അച്ഛനെന്നെ വിളിച്ചു. ആ, വിളിച്ചു മോളെ. മോളി ഫോട്ടോ ഉണ്ടോ? മോഹൻദാസ് എന്നാണ് പേര്. ഗ്രീൻലാൻഡ് എസ്റ്റേറ്റിന്റെ ഉടമയാണ്. ലക്ഷപ്രഭുവാണ്. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ മകനാണ്. എന്റെ മോക്ക് അനുയോജ്യനായ വരൻ. നമുക്ക് വിവാഹം ഉടനെ നടത്തണം മോളെ. ഇപ്പൊ എനിക്ക് വിവാഹം വേണ്ട അച്ഛാ. എനിക്കറിയാം മോളെ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛനെല്ലാം നഷ്ടപ്പെടുകയാണ്. അത് എന്നേക്കാൾ കൂടുതൽ നിശ്ചയം എന്റെ മകൾക്കാണ്. അതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് നീ പറയൂ. പക്ഷേ പ്രായമായ ഒരു മകളെ അനുയോജ്യനായ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്യിച്ച് അയക്കേണ്ട കടമ അച്ഛനുള്ളതാണ്. എന്റെ വിവാഹത്തിന്റെ കാര്യമല്ലേ? അച്ഛൻ എന്നോടുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാനിത് എങ്ങനെ പറയും? അമ്മയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമായിരുന്നു. മോളെ, അമ്മയില്ലാത്തതിന്റെ കുറവ് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയിച്ചിട്ടില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും എന്റെ മോക്ക് അച്ഛനോട് തുറന്നു പറയാം. പറയാം അച്ഛാ. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന എന്റെ അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്കൊരാളെ ഇഷ്ടമാണ്. മോഹൻദാസിനേക്കാൾ ഉന്നതനായ ഒരു വരനെ നീ കണ്ടുപിടിച്ചെന്നോ? ആരാണത്? ഡോക്ടർ സുരേഷ്. മോളെ, അയാൾ നിന്നെ ഒന്ന് ചികിത്സിച്ചു എന്ന് വിചാരിച്ച് പ്രതിഫലമായി കൊടുക്കുന്ന നീ നിന്നെ തന്നെയാണോ? പണമുണ്ടെന്നറിഞ്ഞ് സ്നേഹിക്കാൻ എടുക്കുന്ന ഇവനൊന്നും വിശ്വസിക്കുന്നു മോളെ. പണത്തിന് വേണ്ടിയല്ല അച്ഛാ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. അല്ലെങ്കിൽ ഞാനെന്താ നിന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? എല്ലാത്തിനും കാരണക്കാൻ അവൻ ഒറ്റയൊരുത്തനാ. അവൻ ഡോക്ടറാണ് പോലും. ഡോക്ടർ, ഒരു പൈസയ്ക്ക് പോലും ഗതിയില്ലാത്തവൻ.